അപ്പൊ ഞങ്ങള് ഒരു ചെറിയ യാത്ര പുറപ്പെടാണ്. ഇവിടെയൊക്കെ നല്ല ചൂടായതുകൊണ്ട് തമാശക്ക് ഒന്ന് മൂന്നാർ വരെ പോകാന്ന് വിചാരിച്ചു. അപ്പൊ എല്ലാവരും കൂടി ഞങ്ങൾ ഇങ്ങനെ മൂന്നാറിലേക്ക് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. ഇവിടെ നമ്മൾ 40 ഡിഗ്രി ആയപ്പോൾ മൂന്നാർ നല്ല മഴയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാ പിന്നെ മഴയൊക്കെ ഒന്ന് കണ്ടേക്കാന്ന് വിചാരിച്ചു. അപ്പൊ മൂന്നാർ വിശേഷങ്ങളിൽ പോകുന്ന വഴി എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. നമുക്ക് പല എപ്പിസോഡുകളായി കണ്ടു പോകും. അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഒറ്റയടിക്കായി പോകും. ഓക്കെ. ബിഗ് ബോയ് തന്റെ ബൈക്ക് മൂടുവാനായിട്ടുള്ള ശ്രമത്തിലാണ്. പൂച്ചയൊക്കെ മാന്തിയിട്ട് അപ്പൊ പൂച്ചയും പട്ടിയൊന്നും മാന്താതിരിക്കാൻ വേണ്ടി നേരെ കവർ ഇടാണ് അല്ലേ. പറ്റിയ സാധനം ഉണ്ട്, നല്ല കളർ. അഴുക്ക് പിടിച്ച് മൂലൊക്കെ ഇട്ട് ഒന്ന് കഴുകി കൂടെ ഇറക്കി. എങ്കിലും ഒരു വർഷത്തിലൊരിക്കലും വെള്ളം കാണിച്ചു വിടാ അതൊക്കെ ആ കവറിന്. പാവം കവറല്ലേ, വന്നിട്ട് കാണിക്കാം. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങുന്നു. പോകുന്ന വഴിക്ക് ടിഫിനൊക്കെ കഴിക്കണം. എവിടെ നിന്നാണ് കടമെന്ന് അറിഞ്ഞൂടാ. കാണുമ്പോൾ എവിടെയെങ്കിലും നിർത്തും. നമ്മൾ ടിഫിനൊക്കെ കഴിക്കും. നമ്മളങ്ങനെ യാത്ര കണ്ടിട്ട് ചെയ്യും. എന്നടാ ബാബ മാത്രം എന്താ ബാക്കി വെച്ചേ? മസാല ദോശ കണ്ണിന് ഒരു തെളിച്ചം പറ്റും. വിശന്നിട്ടേ കണ്ണ് കാണാണ്ടായി പോയത് കുറച്ച് നേരത്തേക്ക്. കണക്കല്ല, വിശന്നിട്ടാണത്. അപ്പോൾ ആ ദോശ നമ്മളിപ്പോൾ വരുന്ന വഴിയിൽ, അതായത് മൂന്നാർക്ക് പോകുന്ന വഴിയിൽ നമ്മൾ ഒരു സ്ഥലത്ത് നിർത്തി. മക്കളെയൊക്കെ കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം. അത് ഞാൻ പഠിച്ച സ്കൂൾ. അപ്പൊ അതൊന്ന് കണ്ടിരിക്കണം നല്ലതല്ല മക്കൾക്ക്. നേരാ അപ്പോൾ ഒന്ന് കാണിക്കല്ലേ നമുക്ക്. അപ്പോൾ ഞാൻ പഠിച്ച സ്കൂളാണ് ദേ കാണുന്നത്. അന്നിങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. അന്ന് ചെറിയൊരു ബിൽഡിംഗ് ആയിരുന്നു. ഇവിടെ ഇതിങ്ങനെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ബസ്സൊന്നുമില്ല. അവിടെ ആ കാണുന്ന അങ്ങേരത്ത് കണ്ട ബിൽഡിങ്ങില്ലേ, അത് നീളത്തിലൊരു ചെറിയൊരു വരാന്ത പോലെ ആയിരുന്നു. പക്ഷെ ഇന്ന് ഒക്കെ പുരോഗമിച്ച് ഭയങ്കര സംഭവമായി മാറി. ഇന്ന് സ്കൂളിൻ്റെ രീതി തന്നെ മാറിപ്പോയി. ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ദേ വഴിക്കൂടെ ഇങ്ങനെ നടന്നു വരും. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയിട്ട് തിരിച്ചത് അവിടെ ഒരു കട കണ്ട, ചെറിയ കട. ആ കടയിൽ ഒരു തരം ഇഡ്ഡലിയും ഒരു തരം ചമ്മന്തിയും കിട്ടും. ഭയങ്കര ടേസ്റ്റുള്ള സംഭവമായിരുന്നു. അതൊരു കാലഘട്ടത്തിന്റെ ഓർമ്മകളാണ്. ആ ഓർമ്മകളൊന്ന് പുതുക്കാൻ വേണ്ടി ഈ വഴിക്കോടെ വന്നെന്നുള്ളൂ. എങ്ങനെയുണ്ട് ഒച്ച സ്കൂള്? എല്ലാ പാരന്റ്സ് പറയണ പോലെ ഉണ്ടല്ലോ, ഇതാണല്ലേ മല കയറി 10 കിലോമീറ്റർ ഒക്കെ നടന്ന് പഠിക്കുന്ന സ്ഥലം. വാപ്പച്ചി ഇടക്കിടക്ക് ഇങ്ങനെ പറയും, എന്താണ് ഞാൻ നടന്ന് 10 കിലോമീറ്റർ ഒക്കെ നടന്ന് മല കയറി നമ്മളിങ്ങനെ ഓട്ടോ ഒക്കെ വിളിക്കണം, ഇല്ലെങ്കിൽ നടന്നു പോകാൻ പറ്റില്ല, ബസ്സിൽ പോകണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ പറയും. എല്ലാ പാരന്റ്സ് പറയണ പോലെ തന്നെ ആണ്. കണ്ട, ഞാൻ കാലടി എന്നുള്ള സ്ഥലത്ത് നിന്ന് ഇതിപ്പോൾ വാഴക്കുളമാണ്. ഇവിടെ വന്ന് പഠിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ അവിടെ നിന്ന് വേറെ സ്കൂളിലൊന്നും എടുത്തില്ല, പരിസരത്ത് എടുക്കില്ല. ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ചേർത്താണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 ബസ് മാറിയാണ് ഇവിടെ വരെ പഠിക്കാൻ വന്നത്. ബസ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ 1/2 കിലോമീറ്റർ മല കയറി വന്ന്, വലിയ മലയൊന്നുമില്ല, ചെറുതാണ്, അധികം ദൂരമൊന്നുമില്ല. ഒരു നമ്പർ പറഞ്ഞാൽ പുള്ളി ബിഗ് ബോയ് നമ്പർ പറഞ്ഞാണ്. നമ്മൾ പണ്ട് കുറേ ദൂരം നടന്ന് ഓട്ടോ പിടിച്ച് ബസ് പിടിച്ച് കാളവണ്ടിയൊക്കെ പിടിച്ചാണ് പഠിക്കാൻ പോരുന്നതെന്നൊക്കെ പറയുന്ന ഒരു കഥകളുണ്ടല്ലോ, ക്രിഞ്ച്. ആ ക്രിഞ്ചിന് ഒരു ഇത് കൊടുത്ത ആക്കം കൊടുത്ത പുള്ളി. ഇപ്പോഴും ഈ മാന്തോപ്പും ഈ ചെറിയ മാവിൻ്റെ ചൂടും രസമുള്ള നിമിഷങ്ങളും ഓർമ്മകളുമെല്ലാം സമ്മാനിച്ച എൻ്റെ സ്കൂൾ ജീവിതം ഇവിടെയായിരുന്നു. 8, 9, 10 കേട്ടോ. അതിന് മുമ്പുള്ള കാലഘട്ടം മറ്റുള്ള സ്കൂളിലാണ്. അത് പിന്നീട് ഒരു എപ്പിസോഡിൽ നമുക്ക് വിളമ്പാം. എങ്ങനെയുണ്ട് അന്തരീക്ഷമൊക്കെ? വാവേ എങ്ങനെയുണ്ട് സ്ഥലം? കാണാൻ നല്ല ഭംഗിയല്ലേ? പൊന്നിസേ എങ്ങനെയുണ്ട് സ്ഥലം? അടിപൊളി, വലിയ ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്. നിങ്ങളുടെ സ്കൂളിൽ ഇത്ര ഗ്രൗണ്ട് ഇല്ലേ? പുറയിൽ ഇഷ്ടം പോലെ ഗ്രൗണ്ട് ഇല്ലേ? ഞങ്ങളുടെ സ്കൂളിലെ ഗ്രൗണ്ട് ഉണ്ട്, പക്ഷെ അതിന്റെ മൊത്തം ഇങ്ങനെ ബസ് നിർത്തിയിട്ടേക്കാം. അത് കളിക്കാണ്ടിരിക്കാൻ വേണ്ടിയല്ലടാ, അത് എറണാകുളം സിറ്റി അല്ലേ. പക്ഷേ ഇതിനകത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഈ സ്കൂളൊക്കെ ശരിക്കും ഹൈടെക് ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഇവിടെ പറഞ്ഞില്ലേ, ഈ കാലിയായിട്ട് കിടക്കുന്ന സ്ഥലത്ത് ഇവിടെ ഒരു ഷെഡ് പോലെയായിരുന്നു. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു 3 ഷെഡ് ഒരു ബിൽഡിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അതൊക്കെ രീതിയൊക്കെ മാറി. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രൈവറ്റ് സ്കൂളിൻ്റെ ഒരു ഫീൽഡിലേക്ക് മാറിയിട്ടുണ്ട്. പഴയ ബസ്സുകൾ ഒക്കെ മാറ്റി പുതിയ ബസ്സുകളൊക്കെ ഇവിടെ ആക്കിയിട്ടുണ്ട്. ഫ്രണ്ടിൽ നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഓർമ്മകളിലൂടെ ഒരു 5 നിമിഷം യാത്ര ചെയ്തു. നമ്മൾ പോകുന്നു മൂന്നാറിലേക്ക്. ഓക്കേ, അങ്ങനെ എല്ലാവരും യാത്രാമധ്യേ എല്ലാവരും കിടന്ന് നല്ല ഉറക്കത്തിലായി. അതെ, എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. ഇവിടെ അടുത്തൊരു കടയിൽ നിർത്തിയപ്പോഴേ ഒരു അങ്ങനെ സംഭവം മനസ്സിലായില്ല അല്ലേ? അതായത് നമ്മുടെ ഇവിടെ പോകുന്ന വഴിക്ക് നമ്മളൊരു കടയിൽ നിർത്തി കുറച്ച് ഒരു ഉപ്പ് സോഡ കുടിച്ചു. ഉപ്പ് സോഡ കുടിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു നൊസ്റ്റാൾജിയ സാധനം ഉണ്ടായി. ദേവൻ
സംഭവം മനസ്സിലായോ? അത് പുളി ഇങ്ങനെ ഉണ്ട പറ്റിയിട്ട് അതിനകത്ത് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് കാണുമ്പോൾ നാവിൽ വെള്ളം വന്നു കണ്ടപ്പോൾ തന്നെ. അപ്പം ഞങ്ങൾ വാങ്ങിച്ചു. അപ്പം ഞാൻ കാശൊക്കെ കൊടുത്ത് വന്നപ്പോൾ ഒരു നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ വെള്ളം കുപ്പി തരാൻ മറന്നുപോയി. ആ പുള്ളി ഇപ്പോൾ വന്നിട്ട് വെള്ളം കുപ്പി വന്നിട്ട് പോയതാണ്. വേണ്ട. അപ്പോൾ നമ്മൾ യാത്ര തുടരുന്നു മൂന്നാറിലേക്ക്. നമ്മളെ 40 ഡിഗ്രി സെൽഷ്യസ് ചൂടിന്ന് നമ്മൾ മുകളിൽ മൂന്നാർ വന്നപ്പോൾ നല്ല മഴ. എന്നാൽ പിന്നെ മഴ കണ്ടേക്കാം, മഴയത്ത് ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ എല്ലാരും കൂടി ഞങ്ങളിങ്ങനെ മഴ നടക്കണം. അപ്പോൾ കോട്ടൊക്കെ ഇട്ട് എന്നെ അവേ എന്നുണ്ട് മഴ? മഴത്ത് നടക്കാൻ രസമുണ്ടോ? ആദ്യമായിട്ടോ? ഇതുവരെ മഴ നടന്നിട്ടില്ലേ നീ? മഴയത്ത് നടന്നാലും ഇങ്ങനെ നടക്കാറില്ല. ഇങ്ങനെ നടക്കാറില്ല? വേണ്ട, അത്യാവശ്യം നല്ല മഴയുണ്ട് കേട്ടോ. തീരെ ചെറിയ ചാറ്റൽ മഴയല്ല. വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഭയങ്കര തിരക്ക്. എന്നാൽ പിന്നെ നമ്മളൊരു കാര്യം ചെയ്യാം, മഴയത്ത് നടന്ന് വണ്ടി കയറി വേറെ എവിടെയെങ്കിലും പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. നാടൻ ഫുഡ് വല്ലതും കിട്ടുമെന്ന് നോക്കട്ടെ. നമ്മൾ സാധാരണ ഇവിടെ വരുമ്പോൾ അവിടെ ഒരു കടയുണ്ട് ഗുരൂസ് എന്ന് പറഞ്ഞിട്ട്, അവിടെ നിന്നാണ് സാറിന് കഴിക്കല്. അപ്പോൾ നമുക്കൊരു നാടൻ എല്ലാം കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ ഇനി മുതൽ ഫാസിലാണ് വണ്ടി എടുക്കുന്നത്. യെസ്, ഇനി ഞാൻ ഫ്രീ കുറച്ച് നേരം. എന്നാലും ഇവരെ വണ്ടി ഓടിച്ചവരെ എത്തിച്ചല്ലോ. ഇനിയിപ്പോൾ പിള്ളേര് എടുക്കട്ടെ. കഷ്ടപ്പെട്ട് പാർക്ക് ചെയ്തതാ. എന്തേരാ കഷ്ടപ്പെട്ട് പാർക്ക് ചെയ്തതാ. ആ എന്തായാലും വണ്ടി ഓടിച്ചോളൂല്ലേ മഴയത്ത്? ഓക്കെ അല്ലേ? എന്നാ ബാബ കയറിക്കോ, വായിച്ച് ഫ്രണ്ടിൽ കയറാം. ആ തുറന്നു ലോക്ക്. അപ്പൊ നമ്മൾ പുതിയ മേച്ചൽപ്പുറങ്ങൾ അന്വേഷിച്ച് പുതിയ ഭംഗിയുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ച് നമ്മളിങ്ങനെ യാത്ര ചെയ്യാണ്. നോക്കാം, എന്തായാലും ഒരു മഴ കിട്ടിയല്ലോ. അപ്പം നമ്മളിങ്ങനെ മറയൂർ പോകുന്ന വഴിക്ക് ഇങ്ങനെ വന്ന് കാണാൻ കൊള്ളാവുന്ന സ്ഥലത്ത് കണ്ടപ്പോൾ ഇങ്ങനെ ഇരുന്ന് വേണ്ട അവിടെ ഒരു ടീ കട ചേട്ടൻ്റെ കട കണ്ട ബ്രെഡ് ഓംലേറ്റ് ഒറ്റ മേടിച്ചു. ചെറിയ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഒരു 23 ഡിഗ്രി 22 ഡിഗ്രി അല്ലേ? എങ്ങനെയുണ്ടാ ക്ലൈമറ്റ്? സൂപ്പർ കൊള്ളാം, മീഡിയം ക്ലൈമറ്റ്. നീ ആള് കൊള്ളാലോ. അവേ എങ്ങനെയുണ്ട്? എല്ലാം അടിപൊളിയാണോ? ബാക്കി ഈ തണുപ്പത്ത് ബ്രെഡ് ഓംലേറ്റ് അടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? കഴിച്ചോട്ടാ. ഡിസൈനൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടല്ലോ അല്ലേ? ട്രിപ്പ് രസമായിക്കൊണ്ടിരിക്കണമെന്ന് തോന്നുന്നുണ്ട്. കാരണം കുറേ സംഭവങ്ങൾ കണ്ട്. മൂന്നാർ നമ്മൾ സ്ഥിരം വരുന്ന സ്ഥലമാണെങ്കിലും ഇന്ന് നമ്മൾ ഭയങ്കര ചൂടിന്നാണ് വന്നത്. അപ്പോൾ ആ ചൂട്ടത്തിൽ നിന്ന് നമ്മൾ നേരെ ഇവിടെ വരുമ്പോൾ കിട്ടിയത് ആദ്യം മഴയായിരുന്നു മൂന്നാർ ടൗണിൽ. അപ്പോൾ പിന്നീട് നമ്മൾ അങ്ങനെ ഈ മഴ വരുമ്പോൾ ഈ മറയൂർ റോട്ടിൽ പ്രത്യേകതയുണ്ട്. സാധാരണ മഴയുള്ള സമയത്ത് ഈ റോട്ടിൽ കൂടെ വരാണെങ്കിൽ ഭയങ്കരമായിട്ട് മഞ്ഞൊക്കെ ഇറങ്ങിയിട്ട് നല്ല രസമുള്ളൊരു കാഴ്ചകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് പ്രതീക്ഷിച്ചിട്ടാണ് ഇറങ്ങിയത്, പക്ഷേ കിട്ടിയില്ല. ഡോൺ വറി, ബി ഹാപ്പി. എന്താടാ ഓംലേറ്റിൽ സോസ് ഒഴിക്കണം? വാവയ്ക്കാ? നീ ഉള്ള എല്ലാം എടുത്തോണ്ടില്ല കടയിൽ നിന്ന്. എന്തത്? ഇവിടെ മുഴുവൻ മഞ്ഞുണ്ടായിരുന്നു. ഈ റോഡ് കാണാനും കൂടി പറ്റുണ്ടായിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം വന്നത്. എന്താ ന്യൂ ഇയറിന് വന്നപ്പോ നീ ഇതിനെ കോട്ടിട്ടാണ് ജാക്കറ്റ് ഇട്ടാണ്? ഞാൻ വണ്ടി ഓടിച്ചോണ്ടായിരിക്കും സേഫ്റ്റിക്ക് ജാക്കറ്റ് എടുത്തിട്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടെ കടയിൽ കയറി കഴിഞ്ഞപ്പോൾ ഭയങ്കര തിരക്ക്. എന്നാൽ പിന്നെ അടുത്ത കട അന്വേഷിച്ച് അങ്ങനെ വന്നതാണ് ഈ കടയിൽ, ഇപ്പോൾ നമ്മൾ നിർത്തിയിട്ടുള്ള കടയിൽ. പക്ഷേ വേറെ ഒന്നുമില്ല, ബ്രെഡ് ഓംലേറ്റ്, ന്യൂഡിൽസ് അങ്ങനെയുള്ള സാധനങ്ങളേ ഉള്ളൂ. പക്ഷേ ബ്രെഡ് ഓംലേറ്റ് പിള്ളേർക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു തോന്നുന്നു. കാരണം അത്യാവശ്യം തണുപ്പുണ്ട് ഇവിടെ. അപ്പോൾ തണുപ്പിൻ്റെ നല്ല ചൂടുള്ള ബ്രെഡ് ഓംലേറ്റ് ചെല്ലുമ്പോൾ കഴിച്ചോ കുഴപ്പമില്ല. എടുത്താനേ കണക്ക് വേണം കേട്ടോ. എടാ ഒന്നുമില്ല, അത് 7 എണ്ണം എടുത്തു, അത് 7 എണ്ണം എടുത്തു. അല്ല, ഇത് 7 എണ്ണം എടുത്തു, പിന്നെ ഒരെണ്ണം അഡീഷണൽ എടുത്ു. അപ്പോൾ 8. ഇത് ഒരെണ്ണം എടുത്തു, 9 എണ്ണം. ഉപ്പിലിട്ടൊക്കെ ഇരിപ്പുണ്ടല്ലേ? ശകലകലാവല്ലഭൻ. ரோட்டு ஓரம் தான் இருக்கு, போயிட்டு வந்துடுங்க. அங்கே போய் வண்டி திருப்ப முடியுமா? வண்டி இதே ரோட்டில் தான். அப்போ ஃபால்ஸ் இருக்குல்ல, லக்கம் ஃபால்ஸு, அதுக்கு முன்னாடி அங்கே போயிட்டாங்க. பூ பார்த்துட்டு ஒரு ஆளை பரிச்சயப்பட்டு. இவர் பேர், நீங்கள் உங்கள் பேர்? சமர் சிங்.
സമർ സിംഗ് യെസ് അത്തടി പേര് ദിടില് പേര് മാറ്റിട്ടാங்க. ശരി, ഇപ്പം നമ്മൾ പുള്ളിയെ കടയിലാണ് ഇപ്പോൾ കണ്ടത്. നമ്മളിവിടെ ബ്രെഡ് ഓംലേറ്റ് കഴിച്ച് അപ്പോൾ അടിപൊളിയായിട്ട് പുള്ളി സാധനമൊക്കെ തന്ന് പുള്ളി നമുക്കൊരു ഫാഷൻ ഫ്രൂട്ട് തന്നു പുള്ളിയുടെ വീട്ടിലുണ്ടാക്കിയത്. അതാണ് അതിനകത്ത് ഹൈലൈറ്റ്. അപ്പോൾ അടിപൊളി. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാം. ശരിപ്പാ കുട്ടി ശ്രദ്ധിച്ച് ഇരിക്കണം കേട്ടോ. ഉസിരി തന്നെ കുറയ്ക്കണം കേട്ടോ. നീ ചെല്ല കുട്ടിയാവട്ടെ. പുളിമിഠായി പണ്ട് ഇങ്ങനെ മദ്രസയിലേക്ക് പോകുമ്പോ ഉസ്താദ് കാണാതെ പുറത്തുനിന്ന് ഇങ്ങനെ മേടിച്ച് ഒളിപ്പിച്ച് തിന്നുന്ന സാധനമായിരുന്നു പുളിമിഠായി. വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് കാണുന്നത്. നമ്മളിപ്പോൾ കണ്ടില്ലേ, ഒരു ബ്രിഡ്ജാണത്. ഒരാൾക്ക് കഷ്ടിച്ച് നടന്നു പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പാലം. നമ്മളത് റോഡിൽ വെച്ച് കണ്ടപ്പോൾ വണ്ടി ഒന്ന് നിർത്തി അങ്ങനെ അതിൽ കൂടെ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. കാണുമ്പോൾ നല്ല രസം തോന്നി. ഒരു ഗ്രാമത്തിലേക്കാണ് സാധനം ചെല്ലുന്നത്. കുറേ പേരുണ്ട് കേട്ടോ, കുട്ടികളും നാട്ടുകാരൊക്കെ ആയിട്ട്. അടിപൊളിയാണ്. അവേ എങ്ങനെയുണ്ട്? ബാക്കി എല്ലാം അടിപൊളിയല്ലേ? വീടല്ലേ? നേരെ പോവും. ആ നടക്ക്, കുറേ ആൾക്കാരുണ്ട്. ചായ കുടിച്ച് വന്ന വഴിക്ക് ഒരു സ്ഥലം കണ്ട്, ആ കല്ലിട്ട സ്ഥലം കണ്ടില്ലേ, അവിടെ ചുമ്മാ 2-3 വീഡിയോ ഒക്കെ എടുക്കാൻ കയറിയതാ. ഇനി അത് കണ്ടു നോക്കണം. കുറച്ച് ക്രിഞ്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഓൺ ദ വേ. எங்களுக்கு 3 குழந்தை தான். 3 குழந்தை, 1 ஊட்டி, ஒரு 2 பையன் அங்கே இல்லை. 5 குழந்தை வளர்த்து வாலிமாக்கி கெட்டி கொடுத்து இது ஆம்பளை பையனுக்கு கல்யாணம் வச்சிடலாம். பையன் எப்படியும் கூட்டு வந்துடுவான். இது அதாவது விட தொந்தரவு கூட்டு வந்தா சமாளிக்கணும்ல. சண்டை போட்டுட்டு பாரு, நீ 5 குழந்தைக்கு அடிச்சிருக்கிய. 5 குழந்தைக்கு பாப்பாவ இப்படி செஞ்சு என்ன செய்ய? என்னத்த செய்ய போவேன். மாட்டிக்கிச்சு. பரவாயில்ல தாயே. பெரியவனுக்கு 5 வருஷத்துல கல்யாணம் ஆயிடும். வரிசை எல்லாத்துக்கும் கல்யாணம். இல்லை, நீ எனக்கு நம்பிக்கை இல்லையே. நம்பிக்கை இல்லை தம்பி. நீங்க சொல்ல இல்ல 5 குழந்தை இல்ல. சும்மா இருங்க, சும்மா இருங்க. ஒண்ணு பேச தம்பி தாரே. உம்மா வாப்பா. அம்மா உம்மா வாப்பா. அது ഉമ്മാ വാപ്പ. பாப்பா சேர்த்தேன் கரெக்ட். பாப்பா கேட்க மாட்டேன். 5 குழந்தைக்கு அடிச்சிருக்க நீ சாமி. பாப்பா படிக்கிற பாப்பா, நீ படிக்கியா? எத்தனை படிக்கியா? சரி ரைட். அம்மா பெருசா, அம்மா பெருசா. யாரு அம்மாவா அப்பாவா? அம்மா அப்பா. அது இல்லை, அம்மா அப்பா. சரி, நீங்க நாளைக்கு ராஜமலை பார்த்தீங்களா? வரையாடு பார்த்தீங்களா? பார்த்துட்டு பார்த்துச்சா? அது கையில் வாங்கிக்க. சரி சரி, நல்லா இன்னும் போய் நல்லா பார்த்துட்டு நல்லா சாப்பிடுங்க. ஆமாம் ஆமாம், நல்லா சாப்பிடுங்க பாப்பா. மறந்து போடுது. ആഹാ, ശരിയാണ്. എന്നെ കണ്ടു ഇനി ഇത് ഈ വർഷം തീർന്ന വരെ ഞങ്ങൾ ഇത് കേൾക്കണം. ആ താത്ത ഇങ്ങനെ വന്ന് പറഞ്ഞു പോയതിന് ഞങ്ങൾ ഈ വർഷം മുഴുവൻ ഇത് കേൾക്കണം. ഈ വന്ന വീഡിയോസിലൊക്കെ ഇതൊക്കെ കാണാം. 2 മണിക്ക് 3 മണിക്കൊക്കെ വന്ന് കയറി കിടന്ന് ഉറങ്ങും. എന്നിട്ട് വർക്കെന്നുള്ള പേരിൽ വെളുപ്പിന് വരെ ഉറങ്ങാണ്ടിരിക്കും. എന്നിട്ട് കാലത്ത് പോയി കിടന്ന് ഉറങ്ങും. ഒരുത്തനും പഠിക്കൂല. പഠിക്കാൻ പറഞ്ഞ ഒരുത്തനും പഠിക്കൂല. തോന്നിയാസം തന്നെ തോന്നിയാസം മെയിൻറ്റെയിൻ ചെയ്യണോടാ. ഭാവന കണ്ടോ ഇവരെ കണ്ടിട്ട് തോന്നുന്നു. ஐயோ 5 காலேஜ்ங்களா? இதெல்ல இது நமக்கு அட்ஜஸ்ட் பண்ணிக்கலாம். அது 4 எப்படி அட்ஜஸ்ட் பண்ணுவான்னு கேக்குறாரு இவரு. കേട്ടിയാടാ പസങ്ങളാ, കേട്ടിയാടാ. നമ്മുടെയൊക്കെ ഒരു അവസ്ഥ അല്ലടാ. യെസ്, ഇനി 6 ജന്മം നമ്മളിത് കേൾക്കും. ഫുഡൊക്കെ കഴിച്ച്
ഐസ്ക്രീം ഒക്കെ മേടിച്ച് പയ്യെ ഈ തണുപ്പത്ത് ഐസ്ക്രീം കഴിച്ചുകൊണ്ട് നമ്മൾ റൂമിലേക്ക് നടക്കുന്നു. ബാക്കി എല്ലാവരും പുറകിലുണ്ട്. അപ്പൊ നമ്മൾ മൂന്നാറിലെ ആദ്യത്തെ ദിവസം സന്തോഷമായി പൂർത്തിയാക്കിയിരിക്കുന്നു. നമ്മുടെ ബംഗ്ലാവിലെത്തി. വാഹന എല്ലാവരും വലിച്ചെത്തി സൈൻ ഓഫ് ചെയ്യേണ്ട അവസ്ഥയാണ്. അപ്പൊ ഓരോരുത്തരും ഓരോരോ ഐസ്ക്രീം ഒക്കെ മാറ്റി വെച്ച് നമ്മളൊരു ഗുഡ് നൈറ്റ് പറയണം. അപ്പോ ഗുഡ് നൈറ്റ്. അപ്പൊ വീണ്ടും നാളെ കാണാം. പുതിയ വാർത്തകളും പുതിയ സന്തോഷങ്ങളും പുതിയ യാത്രകളുമായി. പുതിയ തല്ലുപിടുത്തം. അയ്യോ